ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നോട് നിർത്താനാ പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നീ അതിന്റെ ഇടയിൽ കയറി വരല്ലേ. ഇനി ചേച്ചിയെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഓഹോ, എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എന്താ? ഘോരമാമനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുതയാർന്ന താനെന്തോട് ആലോചിക്കുന്നത്? അത് നമുക്ക് മേനോനെ കുറിച്ച് വിവരങ്ങൾ തരുന്ന ജേർണലിസ്റ്റിനെ എനിക്ക് മനസ്സിലായി കിരൺ. അത് സഞ്ജയ് തന്നെയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? തനിക്ക് എങ്ങനെ അത് മനസ്സിലായത്? സഞ്ജയുടെ സ്വഭാവം വെച്ച് അപകടം പിടിച്ച അന്വേഷണങ്ങൾ അയാളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങളാ. അതുകൊണ്ട് അയാൾ മേനോന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ മേനോനെ കൊടുക്കുന്നത് വരെ പൂർണിമ ചേച്ചിയും മോളും സേഫായി ഇരിക്കാനാവും സഞ്ജയ് മനഃപൂർവ്വം അകന്നു നിൽക്കുന്നത്. ശരിയാണ്, അതിനുള്ള സാധ്യതകളുണ്ട്. മേനോൻ പോലീസ് കസ്റ്റഡിയിലായാൽ സഞ്ജയും പൂർണിമേച്ചിയും ഒന്നിച്ചേക്കും. അതുടനെ സംഭവിക്കും കിരൺ. മേനോനെ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിരിക്കും. പൂർണിമേ, ആ എന്താ ചെറിയമ്മേ? പൃഥ്വിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ? ആ ഇനി അവൻ എങ്ങനെ വെറുതെ വിട്ടാ ശരിയാവോ? ചെറിയമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവന്റെ സ്വഭാവം പൂർണിമയ്ക്ക് അറിയാലോ. ഒരു കാര്യത്തിലും ഉത്തരവാദിത്വം ഒന്നും കാണിക്കാതെ വെറുതെ ഒഴുക്കിനത്ത് പോകുന്ന സ്വഭാവമാ അവന്റെ. അതൊക്കെ ഒന്ന് മാറി ജീവിതം കുറച്ചുകൂടി സീരിയസ് ആയി കാണാനും നമ്മുടെ ബിസിനസ് ഒക്കെ അവനെ ഏൽപ്പിക്കാനും ഒക്കെ ആയിട്ടല്ലേ പൃഥ്വിയുടെ കല്യാണം തന്നെ നടത്തിയത്. ആ അതെ. എന്നിട്ട് ഇതുവരെ അവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നതായോ പൂർണിമ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതായോ കണ്ടില്ലല്ലോ. ചാനലിൽ പോകുന്ന കാര്യം ഞാൻ പൃഥ്വിയോട് കുറെ പ്രാവശ്യം പറഞ്ഞതാ ചെറിയമ്മേ. എപ്പോ പറഞ്ഞാലും പോവാന്ന് പറയും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഓഫീസിൽ ചെല്ലും. എല്ലാവരോടും കുറച്ചുനേരം സംസാരിക്കും, എന്നിട്ട് തിരിച്ചും വരും. അതെ, അതാ കുഴപ്പം. അവൻ അവിടെ വെറുതെ ചെന്നിരിക്കുന്നു എന്നൊരു തോന്നല് വരുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കാര്യമായ ജോലി എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. അങ്ങനെയാണെങ്കിലേ എല്ലാ ദിവസവും പോകാനും ജോലി ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടാവൂ. നിന്റെ കാര്യമാ ഞാൻ പൂർണിമയോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ചാനലിൽ നീ ചെന്ന് വെറുതെ തല കാണിച്ചിട്ട് വരുന്ന പരിപാടി ഇനി വേണ്ട. സ്ഥിരമായി ഓഫീസിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഉത്തരവാദിത്തത്തോടെല്ലാം ചെയ്യണം. പൂർണിമ നിന്നോട് ഇക്കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ട് പോകാത്ത എന്താ? ഞാൻ പോയി തുടങ്ങാം. നാളെ മുതൽ പോയിക്കോളാം. ആ, അത് ഓക്കെ അല്ലേ പൂർണിമ? ഓക്കെയാണ് ചെറിയമ്മേ. പൃഥ്വി ചാനലിലെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്നതില് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇനി താമസിക്കണ്ട. പൃഥ്വി പറഞ്ഞ പോലെ നാളെ മുതൽ തന്നെ ഇവൻ പോയി തുടങ്ങട്ടെ, അല്ലേ പൂർണിമ? ആ, ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും ഹണിമൂണിനൊന്നും പോയില്ലല്ലോ. ഇവർക്ക് ഞാനൊരു പാക്കേജ് ബുക്ക് ചെയ്ത് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിന് പോയിട്ട് വന്നിട്ട് ചാനൽ ജോയിൻ ചെയ്താൽ മതി. എന്തിന്? അതിന്റെ ആവശ്യമൊന്നും ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല അശ്വത്തെ, ചേച്ചി അങ്ങനെ ഒരു കാര്യം കരുതിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പോയി തുടങ്ങാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേച്ചി ചാനലിൽ പോകുന്ന കാര്യമൊന്നും സമ്മതിക്കാൻ പോകുന്നില്ലെന്ന്. ആന്താഷിത നീ അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ സ്വഭാവം എന്താന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഈ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ചാനലിൽ പോവാൻ തുടങ്ങിയാ ചേച്ചിയുടെ അധികാരം കുറയും. പിന്നെ എല്ലാ കാര്യത്തിലും തനിയെ തീരുമാനങ്ങൾ എടുത്ത് മറ്റുള്ളവരെ അപമാനിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് വേണമെന്നാ ചേച്ചി എപ്പോഴും പറയുന്നേ. അതുണ്ടാവണമെങ്കിൽ ഓഫീസിൽ പോയി ജോലി ചെയ്ത് തുടങ്ങണ്ടേ? അതിനാരെ സമ്മതിക്കാതിരുന്ന ആർക്കും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ആരും തീരുമാനങ്ങളും എടുക്കില്ല. എന്നും ഒരു ഏകാധിപതിയായിട്ട് എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് ഭരിക്കാന്ന് വിചാരിച്ചോ? നീ ഇതെന്തൊക്കെയാ അഷിതയെ വിളിച്ചു പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല.
എന്തൊരു പാവം. ഹ്, ഒന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലാന്ന്. ശരിയാ, നിങ്ങൾ സ്വപ്നത്തെ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉണർന്നിരിക്കുന്ന സമയം മുഴുവനുമേ ഇത്തരം കൊനഷ്ടകൾ ആലോചിച്ച് സമയം കളയാ നിങ്ങൾ ചെയ്യുന്നേ. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം നിങ്ങൾ പറയൂ? അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാ ഞാൻ ചോദിക്കാതെ ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്താ പോരെ? ഹോ, വലിയ ഔദാരിയായി പോയി. പൃഥ്വിക്ക് ഓഫീസിലൊന്നും ഇരുന്ന് ജോലി ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ന് ചേച്ചിക്കറിയാം. അതുകൊണ്ട് 1-2 പ്രാവശ്യം എന്തെങ്കിലും പറഞ്ഞ് ഓഫീസിൽ പോകുന്ന കാര്യം മാറ്റിവെച്ചാ പിന്നെ പൃഥ്വി അത് പറയാതിരിക്കും. അത് തന്നെയാ ചേച്ചിക്ക് വേണ്ടതും. അഷിത, നീ എന്തൊക്കെയോ മനസ്സിൽ വെച്ചാ സംസാരിക്കുന്നെ. അന്ന് നിന്റെ ആ കോളേജ് മേറ്റിന് കോൺട്രാക്ട് കൊടുക്കാത്തതിന്റെ ദേഷ്യം തീർക്കാൻ ശ്രമിക്കല്ലേ നീ ഇപ്പോ? അതെ, അങ്ങനെ തന്നെയാ. പക്ഷേ ഞാൻ മനസ്സിൽ വെച്ച് പറയുന്നൊന്നുമല്ല, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാ പറയുന്നേ. എന്താ അഷിത ഇത്? പൂർണ്ണിമച്ചോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്നെ ആരാ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചേ? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ, പുറത്തുനിന്ന് ഒരാളെ ഇടപെടണ്ട. ഞാൻ ഒരു പ്രശ്നത്തിലും ഇടപെടുന്നില്ല. പക്ഷേ ചേച്ചിയോട് സംസാരിക്കുമ്പോ വാക്കുകൾ സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ബഹുമാനവും മര്യാദയും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കരുത്. എന്നോടുള്ള പെരുമാറ്റത്തിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിലേ തിരിച്ചു അത് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാ മതി. അഷിതേ, ഇത്രയൊക്കെ ഇവിടെ പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ഹണിമൂണിന് പോവാൻ താല്പര്യമില്ലെങ്കിൽ പോണ്ട. പൃഥ്വി നാളെ തൊട്ട് തന്നെ ഓഫീസിൽ കയറി തുടങ്ങട്ടെ. ഹോ, എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി എന്നറിഞ്ഞപ്പോ എത്ര പെട്ടെന്നാ നിങ്ങൾ നിറം മാറുന്നേ. ഹോ, സമ്മതിക്കണം. അഷിതേ, നിന്നോട് നിർത്താനാ പറഞ്ഞേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, നീ അതിന്റെ ഇടയിൽ കയറി വരല്ലേ. ഇനി ചേച്ചിയെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞോ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഓഹോ, എങ്കി അതൊന്ന് കാണണമല്ലോ. എന്താ എന്താടി, നീ എന്നെ തല്ലുവോ? അഷിത, വേണ്ട. ഞാൻ പറഞ്ഞതിൽ ഒരു അക്ഷരം പോലും തെറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടോടി, അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. ഇവരടിമുടി കള്ളിയാ. എല്ലാരോടും കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയോ. എന്താടി, നിനക്ക് സംശയമുണ്ടോ? തല്ലടി, തല്ലാൻ. ദുർഗ,